വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നതായി KPCC നേതൃയോഗം. 20 സീറ്റിലും UDF മികച്ച വിജയം നേടുമെന്നും UDFന് അനുകൂലമായ നിശബ്ദ തരംഗം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും വിലയിരുത്തുന്നു. അവസാന മണിക്കൂറിലെ പുനഃസംഘടന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ചെന്ന് സ്ഥാനാർത്ഥികൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. UDFന് 2020 എന്നതാണ് KPCC വിലയിരുത്തൽ. കോൺഗ്രസ് മത്സരിച്ച ആറ്റിങ്ങലും മാവേലിക്കരയും പാലക്കാടും തൃശൂരും കണ്ണൂരും കടുത്ത പോരാട്ടമാണ് നടന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ മുന്നേറ്റം സാധ്യമായി. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അതാണ് പോളിംഗ് കുറയാൻ കാരണമെന്നും നേതൃത്വം വിലയിരുത്തി. ഇതും UDFന് അനുകൂലമാകുമെന്നാണ് KPCCയുടെ പ്രതീക്ഷ. UDF 20-ൽ 20 സീറ്റുകളും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. വൻ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സ്ഥാനാർത്ഥികൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. തൃശൂരിൽ 20,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നും BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമാണ് KPCCയുടെ കണക്കുകൂട്ടൽ. കണ്ണൂരിൽ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീടത് പരിഹരിക്കാനായെന്ന് K. സുധാകരൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ വടകരയിൽ CPIM തന്നെ മതത്തിന്റെ ആളായി ചിത്രീകരിച്ച് പ്രചരണം നടത്തിയെന്ന് ഷാഫി പറമ്പിലും യോഗത്തിൽ പറഞ്ഞു. BJP-ക്കാർ പോലും ചെയ്യാത്ത നടപടിയാണ് CPIM ചെയ്തതെന്നും ഷാഫി യോഗത്തിൽ വികാരാധീനനായി. മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിലെ തർക്കങ്ങൾ പലയിടത്തും പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിഴലിച്ചുവെന്നും സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.